ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താന്ന് എനിക്കറിഞ്ഞൂടാ, എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇത് കൂടാതെ DYFI, ഇവരുടെ SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയിലൊന്നും പോയിട്ടില്ല. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. ഇങ്ങനത്തെ ഒരു വീഡിയോ ഈ ഒരു അവസരത്തിൽ ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ ചില കാര്യങ്ങൾ പിന്നേക്ക് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്ട്രോങ് ഇല്ലാണ്ടായി പോകും. ഇത് ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ഇതിനെതിരിട്ടിട്ടുണ്ട്. നമുക്കറിയാം, വയനാട് ഏകദേശം 300-ലധികം ഇനിയും ഒരുപാട് ആളുകൾ മണ്ണിൻ്റെ അടിയിലാണ്. അവിടെ എല്ലാ ആളുകളും, അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ ഈ ഒരു സംഭവം കഴിഞ്ഞാൽ വീണ്ടും അത് വരും. പക്ഷെ ഒരു അപകടം വരുമ്പോൾ, ഒരു ദുരന്തം വരുമ്പോൾ ഇതെല്ലാം മറന്ന് മെയ്യോട് മെയ് ചേർന്ന് തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു നാടാണ് കേരളം. അതിനിടയിലാണ് നിങ്ങളിപ്പോൾ കണ്ട ഒരു വീഡിയോ കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം പറഞ്ഞ ആ വാക്കിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇങ്ങനത്തെ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘടനയോ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ആഗ്രഹിച്ചതല്ല. പക്ഷേ ചില കാര്യങ്ങൾ പുറകോട്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, സഹിക്കാത്തത് കൊണ്ടാണ്. എല്ലാ ആളുകളും രാവിലെ എഴുന്നേറ്റ് ആ TVയുടെയും അല്ലെങ്കിൽ ഫോണിൻ്റെയും മുമ്പിൽ ഓടി ചെല്ലുകയാണ്. എന്തായി വയനാട്ടിലെ ഓരോ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഓടി ചെല്ലുകയാണ്. അത്രയും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. അതിനിടയിൽ ഇതുപോലത്തെ വിഷജന്തുക്കളും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്നെ കാണുന്ന, എൻ്റെ വീഡിയോ കാണുന്ന ആളുകളിലേക്ക് മുമ്പിലെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. SYS സുന്നി യുവജന സംഘം, അതേപോലെ തന്നെ SKSSF വിഖായയാണ്. അവരെ അദ്ദേഹം അറിയ പോലുമില്ല. പിന്നെ അവതാരകൻ ചോദിക്കുന്നുണ്ട്. അവതാരകൻ എന്ന് പറഞ്ഞാലോ സംഘികൾക്ക് കൂടുതൽ ഒതുന്നൊരു മനുഷ്യനാണ്. ആളുടെ പേരോ ഒന്നും പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ആ ഒരു വൃത്തികെട്ട ചാനൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇന്നലെ കൊണ്ടുപോയിട്ട് തയ്പ്പിച്ചതാണത്രേ വൈറ്റ് ഗാർഡിൻ്റെ കുപ്പായം. അഥവാ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സന്നദ്ധ സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരെയും ആക്ഷേപിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇരുന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മനസ്സാക്ഷിയുള്ളൊരു മനുഷ്യനെ കണ്ടു തീർക്കാൻ പറ്റില്ല ആ വീഡിയോ. ഇത്രയും വിഷം തുപ്പുന്ന ആളുകളും നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മടി തോന്നുക, ലജ്ജ തോന്നുകയാണ്, നാണക്കേട് തോന്നുക നിങ്ങളൊക്കെ ഓർത്തിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം ഉണ്ടാവാറുണ്ട്, അല്ലറ ചില്ലറ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതെല്ലാം മറന്ന് ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ നേരിടുന്നത്. അതിൽ ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും ആരും നോക്കാറില്ല. പക്ഷെ നോക്കുന്ന ഇതേപോലത്തെ ആളുകളുണ്ട്. ഇനി നേരെ മറിച്ച് ഈ പറയുന്ന മനുഷ്യൻ്റെ സ്ഥാനത്ത്, ആ മനുഷ്യൻ്റെ പേര് വരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും കണ്ടാൽ അറിയാവുന്ന മനുഷ്യനുമാണ്. ഇതേ സ്ഥാനത്ത് ഒരു മുസ്ലിം നാമധാരിയാണ്. ഇതേപോലെ പറയാൻ പച്ചക്ക് പറയാനൊന്നുമില്ല, ഒരു സൈഡ് കൂടെ പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മുഴുവൻ ഇസ്ലാമിക പണ്ഡിതന്മാരെയും അല്ലെങ്കിൽ പ്രവാചകന്മാരെ വരെ എടുത്തിട്ട് അലക്കും. അതാണ് കാലഘട്ടം. ഇത് പച്ചക്ക് വർഗീയത പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനകൾ, അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രക്ഷാപ്രവർത്തകരുണ്ട്. SDPI ഉണ്ട്, DYFI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ മതസംഘടനകളായ SKSSFൻ്റെ ഉണ്ട്, SYSൻ്റെ ഉണ്ട്, മറ്റുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊന്നും രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അവരൊന്നും അവരുടെ മതം നോക്കിയിട്ടല്ല. അവരുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ലക്ഷ്യം മനുഷ്യത്വം മാത്രമാണ്. ഇതുപോലെ മനുഷ്യത്വം മരവിച്ച ആളുകൾ എല്ലായിടത്തോളം കാലം, ഞാൻ പറഞ്ഞത്, എങ്ങനെ നമ്മുടെ നാട് നന്നാവും? പ്രകൃതി ദുരന്തങ്ങൾ ഇനി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവിടെ മരിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും മനുഷ്യന്മാരാണ്, അല്ലേ? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. മജ്ജയും മാംസവും രക്തമൊക്കെ ഉള്ള പച്ചയായ മനുഷ്യരാണ്. അവരുടെ ഇടയിൽ ഇതേപോലത്തെ വർഗീയ വിഷം തുപ്പുന്ന ഇതുപോലത്തെ ജീവികൾ എല്ലായിടത്തോളം കാലം ഇതിലും വലുത് നമ്മൾ പ്രതീക്ഷിച്ചേ മതിയാവുള്ളൂ. ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ എന്നെ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ആദ്യമായിട്ട് സോറി പറയാണ്. പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. ബൈ.